മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് അവന്റെ ഒരു വേവലാതി ഈ അടുത്ത് എന്റെ അടുത്ത് പറയുകയുണ്ടായി. മറ്റെല്ലാ മതങ്ങളിൽ എന്ന പോലെ മുസ്ലിം പയ്യന്മാർക്കും പെണ്ണ് കിട്ടാനില്ലാത്ത വേവലാതി ആയിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും. അതൊരു വേവലാതി തന്നെ. പക്ഷേ ഇത് വീട്ടുകാർക്ക് താങ്ങാൻ പറ്റാത്തത്ര ചെലവ് വരുന്ന കല്യാണ ചടങ്ങുകളെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു, ഇപ്പൊ എല്ലാ കമ്മ്യൂണിറ്റിയുടെ കാര്യവും ഇതൊക്കെ തന്നെയാണ്. ഈ ഒരു ട്രെൻഡൊക്കെ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് കല്യാണം കഴിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന്. പക്ഷേ മുസ്ലിം കല്യാണം, പ്രത്യേകിച്ച് മലബാർ മുസ്ലിം കല്യാണത്തിന് കാട്ടിക്കൂട്ടുന്ന ആർഭാടം വെച്ച് നോക്കുമ്പോൾ മറ്റ് കമ്മ്യൂണിറ്റീസിലെ കല്യാണമൊന്നും ഒന്നുമല്ല എന്നാണ് അവൻ പറഞ്ഞത്. ഇതൊക്കെ സിമ്പിളായി മനസ്സിലാക്കി തരാൻ ഒരു റീൽ കാണിക്കാം. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച ഇൻഫ്ലുവൻസറിനെ കുറ്റപ്പെടുത്തുകയല്ല. അവർക്കത് ചെയ്യാനുള്ള പണമുണ്ടായിരിക്കാം. പൊതുവെ ഇൻഫ്ലുവൻസേഴ്സിന് പ്രൊമോഷന്റെ ഭാഗമായി ഇതൊക്കെ ഫ്രീ ആയി കിട്ടുമായിരിക്കും. അങ്ങനെ എന്തുമാകാം. പക്ഷേ ഇത് കുറേ പേരെ സ്വാധീനിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു 10 വർഷം മുമ്പ് നിങ്ങളുടെ നാട്ടിലെ ഒരു മുസ്ലിം കല്യാണം എങ്ങനെയായിരുന്നു? ഒരു ദിവസം റിസപ്ഷനും ഒരു ദിവസം കല്യാണവും. പക്ഷേ ഇന്ന് കേരളത്തിലെ ഒരു ശരാശരി മുസ്ലിം വിവാഹം നടക്കുന്നത് ഒരു സീസൺ ആയിട്ടാണെന്ന് തന്നെ പറയേണ്ടി വരും. പണ്ട് ഒരു പകൽ കൊണ്ട് തീർന്നിരുന്ന കല്യാണങ്ങൾ ഇന്ന് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷങ്ങളായി മാറിയിട്ടുണ്ട്. കല്യാണങ്ങളിൽ പുതിയ ട്രെൻഡുകളുടെ പെരുമഴയാണുള്ളത്. കേരളത്തിൽ മറ്റൊരു മതത്തിൽപ്പെട്ടവരുടെ കല്യാണത്തിനും കാണാത്ത ആഘോഷങ്ങളായതുകൊണ്ടാണ് മുസ്ലിം കല്യാണങ്ങളിലെ ട്രെൻഡുകളുടെ കാര്യം എടുത്തു പറയുന്നത്. കേരളത്തിലെ മുസ്ലിം കല്യാണങ്ങളിൽ വന്ന പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണ്? ഒരു സമൂഹം എന്ന നിലയിൽ ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സോഷ്യൽ പ്രഷറിന്റെ പുറത്ത് മക്കളുടെ കല്യാണം നടത്തി കടക്കെണിയിലാകുന്ന മാതാപിതാക്കൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ മുസ്ലിം കല്യാണ ആഘോഷങ്ങളുടെ ലിസ്റ്റ് പോകുന്നത് ഇങ്ങനെയാണ്: മെഹന്തി നൈറ്റ്, ധോൽക്കി നൈറ്റ് തുടങ്ങി ഉത്തരേന്ത്യൻ സംസ്കാരത്തിൽ നിന്ന് കടമെടുത്ത ആഘോഷങ്ങളും ഒപ്പം കഴിഞ്ഞ 2 വർഷത്തിൽ ആഡ് ചെയ്യപ്പെട്ട അരിക്കുത്ത് കല്യാണം വരെ ലിസ്റ്റിലുണ്ട്. പരമ്പരാഗത മുസ്ലിം വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷ രീതിയാണ് ഈ അരിക്കുത്ത് കല്യാണം. മറ്റൊരു ആഘോഷം ഗൾഫ് സ്വാധീനം മൂലം കേരളത്തിലേക്ക് വന്ന തീം പാർട്ടി മോഡൽ ആഘോഷമായ അറേബ്യൻ നൈറ്റ് ആണ്. ഇതിലെ മെഹന്തി നൈറ്റ് എന്നത് സാധാരണ മൈലാഞ്ചി കല്യാണം എന്ന നിക്കാഹ് എന്ന പ്രധാന ചടങ്ങ് നടക്കുന്നതിന് തലേ ദിവസമായി നടക്കുന്നതാണ്. ഇതിൽ പ്രധാന ചടങ്ങായി വരുന്നത് വധുവിന് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന ചടങ്ങാണ്. ഈ ട്രെൻഡുകൾ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു ചടങ്ങ് മുസ്ലിം വിവാഹത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ അതിന്റെ സ്കെയില് മാറി ആഡംബരമായി എന്ന് മാത്രം. അരിക്കുത്ത് കല്യാണമാണ് ഈ ലിസ്റ്റിൽ അടുത്ത വർഷങ്ങളിൽ കയറിക്കൂടി ഐറ്റം. പരമ്പരാഗത മലബാർ മുസ്ലിം വേഷങ്ങൾ ധരിച്ചുകൊണ്ട് അരി ഉരലിൽ കുത്തുന്ന ചടങ്ങാണിത്. ഇതും നിക്കാഹ് നടക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ തന്നെ ചെയ്യുന്നതാണ്. ഇപ്പൊ വൈറൽ റീൽ കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇത്. ധോൽക്കിയും റംഗോലിയും ഹൽദിയും പോലുള്ള ചടങ്ങൊക്കെ നോർത്ത് ഇന്ത്യൻ പാകിസ്ഥാൻ മുസ്ലിം വെഡിംഗ് കൾച്ചറിൽ നിന്നും കിട്ടിയ ആഘോഷങ്ങളാണ്. ഇതിൽ ഹൽദി മറ്റ് മതസ്ഥരും അവരുടെ കല്യാണ ചടങ്ങുകളിൽ നടത്തി കാണാറുണ്ട്. ധോൽക്കി ആകട്ടെ പാകിസ്ഥാൻ മുസ്ലിം വെഡിംഗ് കൾച്ചറാണ്. മൃദംഗം പോലെ ഒരു സംഗീത ഉപകരണത്തിന് സമാനമായ ഒരു ഉപകരണം വെച്ച് ആഘോഷിക്കുന്നതാണ് ഇതിന്റെ തനതായ രീതി. പക്ഷേ കേരളത്തിലെ മലബാർ വെഡിംഗ് സെലിബ്രേഷനുകളിൽ വലിയ ഫോട്ടോഷൂട്ടിനുള്ള കോണ്ടന്റ് ആണ് ധോൽക്കി നൈറ്റ്. റംഗോലി വെഡിംഗ് നൈറ്റ് കേരളത്തിലേക്ക് എത്തിയത് നോർത്ത് ഇന്ത്യയിലെ പോഷ് ആയിട്ടുള്ള വെഡിംഗ് കൾച്ചറിൽ നിന്നാണ്. ഈ ദിവസങ്ങളിലെല്ലാം ഓരോ ചടങ്ങിലും ഹൽദിയിലെ മഞ്ഞ ഡ്രസ് കോഡ് പോലെ ഓരോന്നുണ്ട് താനും. അറേബ്യൻ നൈറ്റ് ആണ് ഇതിൽ ഏറ്റവും ഗ്രാൻഡായി മലബാർ മുസ്ലിം വെഡിംഗിൽ കൂടുതലായി കാണുന്ന ഐറ്റം. അറേബ്യൻ വസ്ത്രങ്ങൾ ധരിച്ച വധുവിന്റെയും വരന്റെയും ഗ്രാൻഡ് സെലിബ്രേഷൻ ആണ് അറേബ്യൻ നൈറ്റ്. റെട്രോ നൈറ്റ് ആകട്ടെ 90s and 80s തീമിൽ ഡ്രസ്സപ്പ് ചെയ്ത് ആഘോഷിക്കുന്ന ഒരു തീം ബേസ്ഡ് ആഘോഷമാണ്. കല്യാണം കഴിഞ്ഞ ദിവസം ചെക്കനും പെണ്ണും കൂടി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഡ്രസ്സപ്പ് ചെയ്ത് നടത്തുന്ന ഒരു പുതിയ ട്രെൻഡാണ് തട്ടുകട ആഘോഷം. ഇത് അടുത്തിടെ ട്രെൻഡിൽ കയറിയ ഐറ്റമാണ്. ഇത്രയും കൂടാതെ വെസ്റ്റേൺ വെഡിംഗ് ആഘോഷങ്ങളിൽ നിന്ന് കിട്ടിയ ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി, ബാച്ചലർ പാർട്ടീസ്, സേവ് ദ ഡേറ്റ് തുടങ്ങിയവയും മറ്റ് കമ്മ്യൂണിറ്റികളുടെ വെഡിങ്ങിൽ എന്ന പോലെ ഇപ്പൊ മുസ്ലിം വെഡിങ്ങിലും കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും ആഘോഷങ്ങൾ നിരവധിയുണ്ട്. കല്യാണം ഉറപ്പിക്കുന്നതിനായി ചെയ്യുന്ന മിഠായി കൊടുക്കുന്ന ചടങ്ങ്, അങ്ങനെ ലിസ്റ്റ് നീണ്ടുപോകുന്നു. ഇതിന് മിഠായി കൊടുക്കുന്നതിൽ പണ്ട് ലളിതമായ മിഠായികളായിരുന്നെങ്കിൽ ഇന്ന് ലക്ഷങ്ങൾ വില വരുന്ന ഹാംബറുകളും ഡിസൈൻ ചോക്ലേറ്റുകളും ഐഫോൺ കൊടുക്കുന്നതുമായി മിഠായി കൊടുപ്പ് മാറിയിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ കാണിച്ച റീലിൽ കല്യാണത്തിന് മിഠായിയുടെ ഹാംബർ കൊണ്ടുവരുന്നത് ക്രെയിനിൽ കെട്ടി തൂക്കിയാണ്. ആ റീലിന് സോഷ്യൽ മീഡിയയിൽ മില്യൺ+ വ്യൂസ് ആണ് ലഭിച്ചത്. അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വന്തം മക്കളുടെ വിവാഹം, വിദ്യാഭ്യാസമൊക്കെ എല്ലാ മാതാപിതാക്കളുടെയും സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് വേണ്ടി വർഷങ്ങളായി അധ്വാനിച്ചത് ചെലവഴിക്കാനും അവർ മടിക്കില്ല. പക്ഷെ അങ്ങനെ സമ്പാദിക്കുന്നതിനിടയിൽ നമുക്ക് ആപത്ത് സംഭവിക്കാം, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. ഇത് പലരും ചിന്തിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. പക്ഷെ റിയാലിറ്റി നോക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിച്ച് പല കുടുംബങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇല്ലാതായാലും വീട്ടിലെ ചെലവുകൾ, മക്കളുടെ പഠിത്തം, വിവാഹമൊക്കെ നടക്കാൻ വലിയ തുക കിട്ടുന്ന രീതിയിൽ ടേം ഇൻഷുറൻസുകൾ എടുക്കാൻ പറ്റും. വലിയ പൈസയും ആവശ്യമില്ല. അത്യാവശ്യം വരുമാനം, വിദ്യാഭ്യാസം, ആരോഗ്യമൊക്കെ ഉള്ള ഒരാൾക്ക് മാസം 1000 മുതൽ 1500 രൂപ റേഞ്ചിലൊക്കെ നല്ല കവറേജ് ഉള്ള പ്ലാൻ എടുക്കാം. 2 കോടി വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ എടുക്കാം. ഈ കവറേജ് കൊണ്ട് ഭാവിയിലെ ചെലവുകൾ നടക്കും. നിങ്ങളുടെ പ്രായം, ആരോഗ്യം, വിദ്യാഭ്യാസം, വരുമാനം അനുസരിച്ച് പ്രീമിയം മാറും. നിങ്ങൾക്ക് എത്ര പ്രീമിയം വരുമെന്നറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ചെക്ക് ചെയ്താൽ മതി. ഇനി ക്യാൻസർ പോലെ ഒരു ഗുരുതര അസുഖം വന്നാലോ അല്ലെങ്കിൽ അപകടത്തിൽ അംഗവൈകല്യം സംഭവിച്ചാലോ കവറേജ് കിട്ടുന്ന രീതി
രീതിയിൽ റൈഡേഴ്സ് കൂടെ ചേർത്തെടുക്കാം. പ്രവാസികൾക്ക് നാട്ടിലെ കമ്പനികളിൽ നിന്നും എടുക്കുമ്പോൾ 30 മുതൽ 50% വരെ വിദേശത്തേക്കാൾ കുറഞ്ഞ ചെലവിലെടുക്കാം. എന്തായാലും ഭാവിയിലെ ജീവിത ചെലവുകളും വിദ്യാഭ്യാസ ചെലവുമൊക്കെ കൂടുന്നത് കണക്കാക്കുമ്പോൾ കവറേജ് ഒരു നിശ്ചിത കാലയളവിൽ കൂടുന്ന രീതിയിലുള്ള ഇൻക്രീസിംഗ് കവറേജ് ഉള്ള പോളിസികൾ വരെ എടുക്കാം. ഇന്ത്യയിലെ വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് 15% വരെ ഡിസ്കൗണ്ടിൽ ഇത്തരം പോളിസികൾ എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്, ചെക്ക് ചെയ്ത് നോക്കുക. എന്നാൽ ഇനി വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഇനി 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, എന്തുകൊണ്ടാണ് പെട്ടെന്ന് പൊതുവെ കല്യാണ ചടങ്ങുകളുടെ കാര്യത്തിൽ ഇത്രയും ആർഭാടം വന്നത് എന്നതാണ്. രണ്ടാമത്തേത്, അതിൽ തന്നെ എന്തുകൊണ്ട് മലബാർ മുസ്ലിം കല്യാണത്തിൽ അത് അതുക്കും മേലെ എന്ന ലെവലിൽ പോയി എന്നതാണ്. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം സിമ്പിൾ ആണ്. അതിന്റെ പ്രധാന കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ തന്നെയാണ്. നിങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റ തുറക്കുമ്പോൾ കാണുന്ന റീൽസ് വിജയ് മുഖ്യമന്ത്രി ആയത് ആഘോഷിക്കുന്നതും മോഡി സ്വർണത്തെക്കുറിച്ച് പറഞ്ഞതും ഒക്കെ ആയിരിക്കാം. പക്ഷെ കല്യാണ പ്രായത്തിൽ നിൽക്കുന്നവർക്ക് ഇൻസ്റ്റ കാണിക്കുന്നത് ഇങ്ങനെ ക്രെയിനിൽ ചോക്ലേറ്റ് കെട്ടിത്തൂക്കിക്കൊണ്ടുവരുന്നതും കല്യാണത്തിന് ശേഷം ചായക്കട നടത്തുന്നതുമൊക്കെയാണ്. അതിന്റെ ഒരു പിയർ പ്രഷർ നമ്മൾ അങ്ങനെ നിസാരമാക്കി കാണേണ്ട ഒന്നല്ല. പലർക്കും സ്വന്തം കല്യാണങ്ങളുടെ കാര്യത്തിൽ വലിയ ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് തന്നെ വരാറുണ്ട്. മറ്റൊരാൾ ചെയ്യുന്നത് പോലെ പറ്റില്ലേ, ഇല്ലെങ്കിൽ അവരുടെ കല്യാണം മോശമാകുമോ എന്ന ഭയമാണിത്. ഈ ഭയം അവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതാകട്ടെ സോഷ്യൽ മീഡിയയും. അപ്പൊ സോഷ്യൽ മീഡിയ കൾച്ചർ തന്നെയാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി മുസ്ലിം കല്യാണങ്ങളിൽ മാത്രം എന്തുകൊണ്ട് ഇത്രയും ചടങ്ങുകളും ചെലവും വരുന്നത് എന്ന് ചിന്തിച്ചാൽ ഇതിന് പിന്നിൽ സാമൂഹികവും സാമ്പത്തികവും മനഃശാസ്ത്രപരവുമായ പല കാരണങ്ങളുമുണ്ട് എന്നതാണ് തോന്നിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് ഇവയൊക്കെയാണ്. കുടുംബത്തിന്റെ സാമ്പത്തിക ശേഷിയും സാമൂഹിക സ്വാധീനവും പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായി കല്യാണം മാറി. ഏറ്റവും മികച്ച ഓഡിറ്റോറിയം, ഏറ്റവും പുതിയ കാറ്, ഏറ്റവും വലിയ സദ്യ എന്നിവ പൊതുവെ സ്റ്റാറ്റസ് അളക്കാനുള്ള മാനദണ്ഡങ്ങളാണ്. ഗൾഫ് പണം മലബാറിലെ കല്യാണ വിപണിയെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. വർഷങ്ങളോളം വിദേശത്ത് അധ്വാനിക്കുന്ന ഒരാൾക്ക് തന്റെ മക്കളുടെയോ സഹോദരങ്ങളുടെയോ കല്യാണം ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷമായി മാറണമെന്ന് ആഗ്രഹമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഈ പ്രവാസി പണം തന്നെയാണ് ഈ കല്യാണങ്ങൾ ഇത്രത്തോളം വലുതാവാൻ കാരണം. അവരുടെ വിദേശത്തുള്ള ജീവിതം ഒരു പരാജയമല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ആർഭാടമായ കല്യാണങ്ങളിലൂടെ പല പ്രവാസികളും പറയാൻ ശ്രമിക്കുന്നത്. മനഃശാസ്ത്രപരമായ കാരണങ്ങൾ പരിശോധിച്ചാൽ ദ വൺസ് ഇൻ എ ലൈഫ് ടൈം ട്രാപ്പ് ഇതിൽ പ്രധാനമാണ്. ജീവിതത്തിൽ ഒരിക്കലല്ലേ കല്യാണം നടക്കൂ, അതിന് പിശുക്ക് കാണിക്കണോ എന്ന ചോദ്യം മാതാപിതാക്കളുടെ യുക്തിപരമായ ചിന്തയെ പലപ്പോഴും ഇല്ലാതാക്കുന്നു. ഇമോഷണലായ ഈ തീരുമാനം വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്ക് അവരെ നയിക്കുന്നു. ഒപ്പം കല്യാണത്തിനെത്തുന്ന ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണത്തെക്കുറിച്ചോ ആഡംബരത്തെക്കുറിച്ചോ നല്ലത് പറയുന്നത് കേൾക്കുമ്പോൾ കിട്ടുന്ന മാനസിക സംതൃപ്തിക്ക് വേണ്ടി, വാലിഡേഷൻ സീക്കിങ്ങിന് വേണ്ടി പലരും വലിയ തുകകൾ ചെലവാക്കുന്നു. ഇനി ഇതിൽ തന്നെ മലബാർ മുസ്ലിം കല്യാണങ്ങളുടെ കാര്യത്തിൽ വധുവും വരനും പൊതുവെ അത്ര പ്രായമുള്ളവർ ആയിരിക്കില്ല എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സോഷ്യൽ മീഡിയയും ഇൻഫ്ലുവൻസേഴ്സിന്റെ കല്യാണ ട്രെൻഡുമൊക്കെ അവരെ സ്വാധീനിക്കുന്നത് കൂടുതലായിരിക്കും. പഠിച്ചു കഴിഞ്ഞ് ജോലിയായി ശമ്പളം കിട്ടുന്ന പൈസ വെച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം അവർക്ക് വന്നിട്ടില്ല. അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ഫേസിൽ മാത്രമായിരിക്കും അവർ. അപ്പൊ സ്വാഭാവികമായും ഒരു കല്യാണത്തിന് വേണ്ടി വീട്ടുകാരുടെ പണം അവരെ കടക്കണിയിലാക്കിയിട്ടാണെങ്കിലും പൊട്ടിക്കുന്നതാണ് പ്രധാനമെന്നവർ ചിന്തിച്ചേക്കാം. സ്വാഭാവികമായും നമ്മുടെ ഈ വീഡിയോ പോലുള്ള കോണ്ടന്റ് നമ്മൾ ആഗ്രഹിക്കുന്ന ടാർഗറ്റ് ഓഡിയൻസിൽ എത്തില്ല. കാരണം അതാണ് സോഷ്യൽ മീഡിയ അൽഗോരിതത്തിന്റെ പവർ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ട്രെൻഡ് ഇങ്ങനെ കുറച്ചു കാലം തുടരും. എന്നിട്ട് അതിൽപ്പെട്ട് ജീവിതം വല്ലാതെ ദുരിതമായവരുടെ എണ്ണം കൂടുമ്പോൾ അത് കണ്ട ആളുകൾക്ക് തിരിച്ചറിവുണ്ടായി ആ ഒരു കൾച്ചറൽ ഷിഫ്റ്റ് പയ്യെ സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പേരൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു മാർഗം മക്കൾ സ്വന്തം അധ്വാനിച്ച് പണമുണ്ടാക്കാൻ തുടങ്ങിയതിനു ശേഷം മാത്രം അവരുടെ കല്യാണം പ്ലാൻ ചെയ്യുക എന്നതാണ്. സ്വന്തം വേർത്തുണ്ടാക്കിയ പണം ഒരു സംഭവത്തിന് വേണ്ടി മാത്രം വല്ലാതെ ചെലവാക്കുമ്പോൾ ചിലരെങ്കിലും കുറച്ചൊക്കെ മാറി ചിന്തിക്കും. ഇതൊക്കെ പറയുമ്പോഴും ഇതെല്ലാം പൂർണ്ണമായും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാലം മാറുമ്പോൾ ആഘോഷങ്ങൾ മാറുന്നതൊക്കെ സ്വാഭാവികമാണ്. കല്യാണങ്ങൾ കൂടുതൽ എക്സ്പ്രസീവ് ആകുന്നത് കൊണ്ടും ആഘോഷത്തിന്റെ എണ്ണം കൂടുന്നത് കൊണ്ടും ചില പോസിറ്റീവ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വിമൻ പാർട്ടിസിപ്പേഷൻ കൂടുതലായി ഇത്തരം ആഘോഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമെന്നത് ഒരു വലിയ പോസിറ്റീവ് മാറ്റമാണ്, പ്രത്യേകിച്ച് മലബാർ മുസ്ലിം കല്യാണങ്ങളിൽ. അപ്പൊ ഇവിടെ നമ്മൾ വിട്ടുപോയ വെഡിങ്ങിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ചടങ്ങുകളുണ്ടോ എന്നാണ് മൊത്തത്തിൽ ഈ ഒരു കൾച്ചറൽ ഷിഫ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. പിന്നെ വീഡിയോയിൽ മുമ്പ് സൂചിപ്പിച്ച ടേം ഇൻഷുറൻസിനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ, കുട്ടികളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ഇല്ലാതായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ടേം ഇൻഷുറൻസുകൾ ആവശ്യമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 15% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.